എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ നമുക്ക് ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ബീട്രൂട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാബേജൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെക്കണ പോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടിയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി പോവണ്ട. ഇതിലേക്ക് ഒഴിച്ചെടുത്ത് വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് ഈ അരപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തേങ്ങയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തെടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അതിൽ ചേർത്ത് കൊടുക്കാൻ മറന്നതുകൊണ്ടാണ് ഞാൻ തൈരിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈരിൻ്റെ മിക്സ് ബീട്രൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഈ തൈരിൻ്റെ മിക്സ് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പ് നേരെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്